പകൽ പോലും നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ സുരക്ഷിതരല്ലേ? എന്ത് സുരക്ഷയാണ് ഇവിടെ സ്ത്രീകൾക്കുള്ളത്? ഹോസ്റ്റലിൽ പോലും പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വമില്ലേ? തിരുവനന്തപുരത്ത് ഹോസ്റ്റലിൽ ഒരു പെൺകുട്ടി അതിക്രൂര പീഡനത്തിനിരയായ സംഭവത്തിന്റെ ഞെട്ടൽ നമ്മൾ മലയാളികൾക്ക് മാറിയിട്ടില്ല. ഇതാ സമാനമായ സംഭവം കണ്ണൂരിലും ഉണ്ടായിരിക്കുന്നു. കണ്ണൂർ തലശ്ശേരിയിലെ ഹോസ്റ്റലിൽ യുവതിക്ക് നേരെ അക്രമശ്രമം. മുഹമ്മദ് അജ്മൽ എന്ന യുവാവ് പിടിയിലായിരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 1:30 സംഭവം. തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ താമസിക്കുന്ന ഹോസ്റ്റലിൽ പ്രതി അതിക്രമിച്ചു കടന്നു. യുവതിയെ കടന്നുപിടിക്കുകയും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഓർക്കേണ്ടത് ഇന്ന് ഉച്ചയ്ക്ക് പട്ടാപ്പകൽ സംഭവിച്ച കാര്യമെന്നുള്ളതാണ്. വിവരം ലഭിച്ചയുടൻ പോലീസ് പാഞ്ഞെത്തി. പക്ഷെ അപ്പോഴേക്കും പ്രതി കടന്നു കളഞ്ഞിരുന്നു. പിന്നീട് പ്രതിക്കായി പോലീസ് വ്യാപകമായി തിരച്ചിൽ നടത്തി. നാടെങ്ങും വല വിരിച്ചു. പ്രേക്ഷകർ ഇപ്പോൾ കണ്ട ആ ദൃശ്യമാണ് പ്രതിയുടേത്. ഇയാൾക്കായി ഉള്ള CCTV ദൃശ്യങ്ങൾ അടക്കം ശേഖരിക്കുകയും പ്രതിയുടെ ഈ ചിത്രം വാട്സാപ്പ് ഗ്രൂപ്പുകൾ അടക്കം വഴി പ്രചരിപ്പിക്കുകയും ചെയ്തു പോലീസ്. അത് അന്വേഷണത്തെ സഹായിച്ചു എന്ന് തന്നെ പറയണം. അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ തലശ്ശേരി നാരങ്ങാപ്പുറത്തുള്ള മറ്റൊരു വീട്ടിലും പ്രതി കയറിയെന്നാണ് പോലീസിന് വിവരം ലഭിച്ചത്. പോലീസ് സംഘം ടൗണിലും പരിസര പ്രദേശങ്ങളിലും വ്യാപകമായി പ്രതിക്കായി തിരച്ചിൽ നടത്തി. വൈകുന്നേരം 6:10 തലശ്ശേരി സദാനന്ദ പൈ പെട്രോൾ പമ്പിന് സമീപത്ത് നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടുന്നത്. പോലീസ് അതിസാഹസികമായാണ് ഇയാളെ കീഴ്പ്പെടുത്തിയത്. പാനൂർ പാറാട് പുത്തൂർ ക്ലബിന് സമീപം താമസിക്കുന്ന മുഹമ്മദ് അജ്മൽ എന്ന യുവാവാണ് പിടിയിലായത്. സ്റ്റേഷനിലെത്തിച്ച പ്രതിയെ പരാതിക്കാരിയായ പെൺകുട്ടി തിരിച്ചറിഞ്ഞു. പ്രതിക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ബലാത്സംഗം, കവർച്ച എന്നിവയുൾപ്പെടെ 4 ക്രിമിനൽ കേസുകൾ നിലവിലുണ്ടെന്ന് അന്വേഷണ സംഘം പറയുന്നു. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇയാളുടെ സ്ഥിരം പരിപാടിയാണ് എന്നതാണ്. സ്ത്രീകളുടെ സുരക്ഷ സംബന്ധിച്ച ചോദ്യമാണ് ഇത്തരം സംഭവങ്ങൾ നമുക്ക് മുൻപിൽ വീണ്ടും വീണ്ടും നമ്മളെല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നത്. ഈ നാട്ടിൽ സ്ത്രീകൾ ഹോസ്റ്റലിലും വീട്ടിൽ പോലും സുരക്ഷിതരല്ലെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ സംഭവങ്ങൾ.